അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഇങ്ങനെ തെറ്റായ വ്യാഖ്യാനങ്ങൾ വേറെ അർത്ഥം അതിനുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു കാര്യവും ദീനിൽ നിലനിൽക്കുകയില്ല. ഇപ്പോൾ നോക്കൂ, എന്ത് കുഫറും വിളിച്ചു പറയുക, എന്നിട്ട് അതിന് പറയാം അത് ആ അർത്ഥമല്ല, മഹാനവർകൾ ഉദ്ദേശിച്ചത് മറ്റൊരർത്ഥമാണ് എന്ന് പറയാം. പച്ച കുഫർ പറയും, എന്നിട്ടോ പറയും അതിന് വേറെ അർത്ഥമാണ് ഉദ്ദേശിച്ചത്. ഒരാൾ പറയുകയാണ് അള്ളാഹു എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ഉസ്താദിനോട് ചോദിച്ചിട്ടല്ലാതെ ഒന്നും റബ്ബ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പച്ചക്ക് മലയാളത്തിൽ വേറെ പ്രസംഗിച്ചു. ശരിയായ കുഫറിൻ്റെ വാക്കാണ്, ശരിയായ കുഫറിൻ്റെ വാക്ക്. പറഞ്ഞ ഒരാളുടെ മനസ്സിൽ ഇസ്ലാമിൻ്റെ എന്ത് തരിയാണ് ഇതിന് ബാക്കിയുള്ളത്? എന്നിട്ട് പിന്നെയോ പ്രശ്നമായാൽ പറയും പറഞ്ഞത് അങ്ങനെയാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം അങ്ങനെയല്ല എന്ന് പറയും. അത് വേറെ അർത്ഥത്തിലെടുക്കണം. എല്ലാ കുഫറിൻ്റെ വാക്കിനും ഇങ്ങനെ വേറെ അർത്ഥം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നോക്കൂ, ദുനിയാവും ആഖിറവും ദുനിയാവിൻ്റെയും ദീനിൻ്റെ ഒരു കാര്യവും നിലനിൽക്കുകയില്ല. ദുനിയാവിൻ്റെ ദീനിൻ്റെ ഒരു കാര്യവും നിലനിൽക്കില്ല. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ വന്നാൽ ആർക്കും എന്തും പറയാം എന്ന് പറയേണ്ടി വരും. ശ്രദ്ധിക്കുക സഹോദരങ്ങൾ, വളരെ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ദീൻ വന്നത് നമ്മുടെ വിശ്വാസം നന്നാക്കാനാണ്, പ്രവർത്തികൾ നന്നാക്കാനാണ്, അതുപോലെ വാക്കുകൾ നന്നാക്കാനുമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഹൃദയം നേരെയാക്കാൻ, പ്രവർത്തനങ്ങൾ നേരെയാക്കാൻ, വാക്കുകൾ നേരെയാക്കാൻ. എൻ്റെ മനസ്സ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് വാക്കുകൾ നാവുകൊണ്ട് എന്തും പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രിയമുള്ളവരെ, നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഇതാരെങ്കിലും ഈ ഒരു നിലപാട് സ്വീകരിക്കുമോ? ഇല്ലല്ലോ. നിങ്ങളോട് മക്കളോട് പറയുകയാണ് ഇങ്ങോട്ട് വാ, അപ്പോൾ മാനം അങ്ങോട്ട് പോവാണ്. എന്നിട്ട് ഞാൻ പറയും അങ്ങനെ വ്യാഖ്യാനിക്കാമല്ലോ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് കൊണ്ടുവന്നാൽ കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുപോവാ, ചുട്ടുകൊള്ളുന്ന വെള്ളം കൊണ്ടുവന്നു, അങ്ങനെ വ്യാഖ്യാനിക്കാം. ഒരാൾ മറ്റൊരാളുമായി കച്ചവടത്തിൽ കൂടി, എന്നിട്ട് പറയുന്നു നീ ഇത്ര പൈസ തന്നാൽ ഇത്ര ശതമാനം ലാഭം നിനക്ക് ഞാൻ ഓരോ മാസവും തരാം. പൈസ കൊടുത്തു, ലാഭം കിട്ടുന്നത് കാണുന്നില്ല. ഒരു മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ലാഭമെന്ന് പറഞ്ഞെങ്കിലും ഉദ്ദേശിച്ചത് നഷ്ടമാണ്, ദുനിയാവിൽ ലാഭമൊക്കെ എന്ത് ലാഭം എന്നൊരാൾ പറഞ്ഞാലോ? നോക്കൂ, ദീനോ ദുനിയാവോ ഇങ്ങനെ പറഞ്ഞാൽ നിലനിൽക്കുകയില്ല. മറിച്ച് വാക്കുകൾ അത് നന്നാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്നൊരാൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നീ എന്താ അതിലൂടെ ഉദ്ദേശിച്ചത്? ഉദ്ദേശം നല്ലതായിരുന്നോ മോശമായിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അജഅൽതനി വല്ലാഹ അദ്ല, നീ എന്നെയും അള്ളാഹുവിനെയും തുല്യപ്പെടുത്തുകയാണോ? ഖുൽ മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയൂ നീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. നബി അവർക്ക് തൂക്കിയിടാൻ വാൾ തൂക്കിയിടാൻ മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം ഏർപ്പെടുത്തി തന്നാലും. മുസ്ലിമീങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവരാണ് ചോദിക്കുന്നത്. യുദ്ധത്തിന് പോകുമ്പോഴാണ്. അപ്പോൾ ഇവരൊന്നും ഇപ്പം തെറ്റിക്കണ്ട, യുദ്ധമൊക്കെ കഴിഞ്ഞ് മെല്ലെ സമാധാനത്തിൽ പഠിപ്പിച്ചു കൊടുക്കാം എന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഖുൽതും വല്ലദി നഫ്സി ബിയദിഹി കമാ ഖാലത് ബനു ഇസ്രായീല ലിമൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ സുബ്ഹാനല്ലാഹ് ഇന്നഹ സുനൻ ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും. സുബ്ഹാനല്ലാഹ്, ഇത് ബനു ഇസ്രായീൽ മൂസാ നബിയോട് പറഞ്ഞതുപോലെയുള്ള വാക്കാണ്. അവർക്ക് കണ്ടാരാധിക്കാനുള്ള ഇലാഹുകളുള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹിനെ കൊണ്ടാ ഏർപ്പെടുത്തി തരൂ, ഒരു ബിംബത്തെ ഏർപ്പെടുത്തി തരൂ എന്ന് ഇസ്രായേൽ മക്കൾ മൂസാ നബിയോട് പറഞ്ഞതുപോലത്തെ വാക്കാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തിരിച്ചുകയാണ്. നിങ്ങളെന്താ പറഞ്ഞതിൽ ഉദ്ദേശം അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നല്ല, കാരണം വാക്കുകൾ ശരിയായിരിക്കണം. ഇങ്ങനെ ദീനും ദുനിയാവും നിലനിൽക്കുള്ളൂ. നോക്കൂ, ഈ സൂഫികളുടെ കുഫറും ശിർക്കും ഒക്കെ പ്രസംഗിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട തരികിടയാണിത്. എന്ത് കുഫറും വിളിച്ചു പറഞ്ഞിട്ട് പറയും അത് അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തൊക്കെ സുബ്ഹാനി, ഞാൻ എത്ര പരിശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞ ആളുകളെ ഇമാമാക്കി കൊണ്ടുനടക്കുന്ന ആളുകളാണ്. മാ ഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, ജുബ്ബ ഇട്ടിട്ട് ഒരുത്തൻ പറഞ്ഞു ജുബ്ബക്ക് എത്ര റബ്ബ് മാത്രമാണ്, കാരണം എല്ലാത്തിനും റബ്ബ് അവതരിച്ചിരിക്കുന്നു എന്നിങ്ങനെ വൃത്തികേടുകൾ വിളിച്ചു പറയുക. എന്നിട്ട് അതിനൊക്കെ വ്യാഖ്യാനം, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പഴുതുകൾ സങ്കല്പിച്ചു കൊടുക്കുക. ഇത് ദീനല്ല.